ഗസയിൽ നിന്നുള്ള ഓരോ വാർത്തകളും ഹൃദയത്തെ തകർക്കുന്ന മനുഷ്യത്വത്തിൻ്റെ മുഖത്താഴ്ന്നിറങ്ങുന്ന മുറിവുകളാണ്. ഇസ്രായേൽ നടത്തുന്ന അതിശക്തമായ ആക്രമണങ്ങളിൽ ഇന്ന് പുലർച്ചെ മുതൽ 100-ലേറെ ഫലസ്തീനികൾ കൊല്ലപ്പെട്ടതായാണ് ഗസയിലെ മെഡിക്കൽ വൃത്തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഗസ സിറ്റിയിൽ മാത്രം 61 പേർ ഈ ദുരന്തത്തിൻ്റെ ഇരകളായി മാറി. ബുധനാഴ്ച കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 123 പേർ കൊല്ലപ്പെട്ടു. വടക്കൻ ഗസയിൽ ഒരു ദിവസം കൊണ്ട് 12 പേർക്ക് ജീവൻ. മധ്യ ഗസയിൽ ഭക്ഷണത്തിനായി വരുന്ന നിരപരാധികളെ ലക്ഷ്യമിട്ട ഇസ്രായേൽ സൈന്യം 9 പേരെയാണ് വെടിവെച്ചു കൊന്നത്. തെക്കൻ ഗസയിൽ ഭക്ഷണത്തിനായി കാത്തുനിന്ന 14 പേർ കൊല്ലപ്പെട്ടു. 113 പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. ഈ കൂട്ടക്കുരുതിയിൽ ഭക്ഷണത്തിനായി വരുന്ന മരണമടഞ്ഞവരുടെ എണ്ണം 1859 ഉയർന്നിരിക്കുന്നു. ഈജിപ്ഷ്യൻ മധ്യസ്ഥതയിൽ വെടിനിർത്തൽ ചർച്ചകൾ വീണ്ടും തുടങ്ങാനിരിക്കെ ഇസ്രായേൽ ആക്രമണങ്ങൾ കൂടുതൽ ശക്തമാക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ 2 വർഷത്തിനിടയിലെ ഏറ്റവും ഭീകരമായ ആക്രമണങ്ങളിലൊന്നാണ് ഇപ്പോൾ ഗസയിൽ നടക്കുന്നത്. ബുധനാഴ്ച മാത്രം 437 പേർക്ക് പരിക്കേറ്റു. വടക്കൻ ഗസയിൽ അവശേഷിക്കുന്ന കെട്ടിടങ്ങൾ പോലും തകർക്കാൻ ലക്ഷ്യമിട്ട് ഇസ്രായേൽ കനത്ത ബോംബിംഗ് തുടരുകയാണ്. ഗസ സിറ്റി പിടിച്ചെടുക്കാൻ ഇസ്രായേൽ സുരക്ഷാ ക്യാബിനറ്റ് അംഗീകാരം നൽകിയതിന് പിന്നാലെ ഈ ആക്രമണങ്ങൾ കൂടുതൽ ശക്തമാക്കിയിരിക്കുകയാണ്. അതിനിടെ പട്ടിണിയുടെ ക്രൂരമായ പിടിയിൽപ്പെട്ട് ഗസയിൽ കഴിഞ്ഞ ദിവസം 8 പേർ കൂടി മരണമടഞ്ഞു. ഇതിൽ 3 പേർ നിഷ്കളങ്കരായ കുഞ്ഞുങ്ങളാണ്. 2023 ഒക്ടോബറിൽ ആക്രമണം തുടങ്ങിയതിനു ശേഷം ഇസ്രായേലിൻ്റെ ഭക്ഷണ നിയന്ത്രണം മൂലം 235 പേർ പട്ടിണി മൂലം മരിച്ചു. ഇതിൽ 106 പേരും കുട്ടികളാണ്. ഈ കണക്കുകൾ നമ്മളെ ഞെട്ടിക്കുന്നില്ലേ? ഒരു കുഞ്ഞിൻ്റെ ജീവൻ പട്ടിണിയിൽ അവസാനിക്കുമ്പോൾ ലോകത്തിൻ്റെ മനസാക്ഷി എവിടെയാണ്? ഐക്യരാഷ്ട്രസഭയുടെ പലസ്തീൻ അഭയാർത്ഥികൾക്കായുള്ള ഏജൻസിയുടെ തലവൻ ഫിലിപ്പ് ലസാരിനി ഈ ആക്രമണങ്ങളെ ഗസയിലെ കുട്ടികൾക്കും ബാല്യത്തിനുമെതിരായ യുദ്ധമെന്നാണ് വിശേഷിപ്പിക്കുന്നത്. 40,000-ലധികം കുട്ടികൾ ബോംബാക്രമണത്തിലോ വ്യോമാക്രമണത്തിലോ കൊല്ലപ്പെടുകയോ പരിക്കേൽക്കുകയോ ചെയ്തിട്ടുണ്ട്. 17,000-ലധികം കുട്ടികൾ അനാഥരോ ഒറ്റപ്പെട്ടവരാണ്. 1 ദശലക്ഷം കുട്ടികൾ ആഴത്തിൽ ആഘാതമേറ്റവരും വിദ്യാഭ്യാസം നഷ്ടപ്പെട്ടവരുമാണ്. ഈ കുട്ടികളുടെ കണ്ണീര്, ഈ നിലവിളികൾ. കുട്ടികൾ കുട്ടികളാണെന്നാണ് ലസാരിനി പറയുന്നത്. കുട്ടികൾ മരിക്കുമ്പോഴോ അവരുടെ ഭാവി ക്രൂരമായി തട്ടിയെടുക്കുമ്പോഴോ ആരും നിശബ്ദരായിരിക്കരുത്. ഗസയിലായാലും ലോകത്തിൻ്റെ ഏത് മൂലയിലായാലും ഇത്തരം ദുരന്തങ്ങൾക്ക് മുന്നിൽ നാം ഒരിക്കലും മൗനം പാലിക്കാൻ പാടില്ല. ഗസയിലെ തെരുവുകളിൽ ജനങ്ങൾ ജീവന് വേണ്ടി പോരാടുമ്പോൾ യുദ്ധത്തിൻ്റെ തീനാമ്പുകൾ അവരുടെ പ്രതീക്ഷകളെ കെടുത്തുകയാണ്. ഓരോ ജീവനും, ഓരോ കുഞ്ഞിൻ്റെ മുഖവും, ഓരോ കുടുംബത്തിൻ്റെ നിലവിളിയും ലോകത്തോട് ചോദിക്കുന്നുണ്ട്, നമ്മുടെ മനുഷ്യത്വം എവിടെ? സമാധാനത്തിൻ്റെ വെളിച്ചം ഗസയിൽ എത്തുമോ? അതോ ഈ ദുരന്തം തുടർന്നു കൊണ്ടേയിരിക്കുമോ? നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഗസയിലെ ജനതയ്ക്ക് വേണ്ടി, ഈ ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി, അവശേഷിക്കുന്നവർക്ക് വേണ്ടി, ഈ കൂട്ടക്കുരുതിക്ക് അറുതി വരുത്താൻ വേണ്ടി.